ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മനോരമ ഹൊറൈസൺ. എല്ലാവർക്കും സുഖമൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ അടുത്തൊരു പവർ പാക്ക് സെക്ഷനിലോട്ട് നമുക്ക് കടക്കാം. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രീത്തിങ് ഓഫ് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു എനറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ഒരു പോർഷൻ എന്നെ ബേസ് ചെയ്തിട്ടുള്ള സെഷനാണിത്. സോ നമുക്കിപ്പം ക്ലാസ്സുകളിലോട്ട് കടക്കാം. അപ്പം അതിനു മുന്നേ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഒരു ചേട്ടൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്നതായിട്ടും ആ ചേട്ടൻ തന്നെ ഇങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ? അപ്പൊ നിങ്ങൾ ജിമ്മിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം വെയിറ്റ് ലിഫ്റ്റിംഗ് കുറേ ചേട്ടന്മാരും കുറേ ചേച്ചിമാരും ഒക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ? അപ്പം നിങ്ങൾ സ്കിപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ? നമ്മള് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് സ്കിപ്പൊക്കെ ചെയ്യുക, വലുതാകുമ്പത്തേനും മടിയൊക്കെ ആയി വരും. പക്ഷെ സ്കിപ്പൊക്കെ ചെയ്യുന്നത് നല്ല കേട്ടോ. എത്ര വലുതായാലും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ബോഡിയുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഭയങ്കര നല്ലതാട്ടോ സ്കിപ്പ് ചെയ്യുന്നതൊക്കെ. എല്ലാവർക്കും ഇഷ്ടമല്ലേ സ്കിപ്പ് ചെയ്യുന്നതൊക്കെ? അപ്പൊ നമ്മളിങ്ങനെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുറെ കാലത്തിന് ശേഷം ഞാൻ ഇന്നിപ്പോൾ സ്കിപ്പ് ചെയ്യാൻ പോവാന്ന് വിചാരിച്ചു. ഞാൻ സ്കിപ്പ് ചെയ്യാൻ പോവാ, അല്ലെങ്കിൽ ഞാൻ കുറെ കാലത്തിന് ശേഷം ഞാൻ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനിങ്ങനെ അത്യാവശ്യം കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിറ്റേ ദിവസം നമുക്ക് മസിൽ ക്രാംസ് ഒക്കെ ഫീൽ ചെയ്യും അല്ലെ? നമുക്ക് ഭയങ്കര ബോഡി പെയിനും മസിൽ പെയിനും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? ശരിയല്ലേ പറഞ്ഞത്? നമ്മൾ കുറെ കാലത്തിന് ശേഷം നമ്മൾ ഈ പറയുന്ന എക്സസൈസ്, ഹാർഡ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് മസിൽ ക്രാംസ് ഫീൽ ചെയ്യും അല്ലെ? അത് എന്തുകൊണ്ടാണ് ഈ മസിൽ ക്രാംസ് ഫീൽ ചെയ്യുന്നത്? നമുക്ക് എന്തുകൊണ്ട് ആ ഒരു സ്പെസിഫിക് പോർഷനിൽ ആ ഒരു മസിലിന് നമുക്ക് ഭയങ്കര പിടുത്തം കിട്ടുന്നത് എന്തുകൊണ്ടാ? നമുക്കതിനെ കുറിച്ച് നമുക്ക് പറയാം കേട്ടോ. അപ്പം അതിനു മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എയറോബിക് റെസ്പിറേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലെ? എയറോബിക് റെസ്പിറേഷൻ എന്താ? എയറോബിക് റെസ്പിറേഷൻ, വാട്ട് ഡു യു മീൻ ബൈ എയറോബിക് റെസ്പിറേഷൻ? നമ്മൾ ഓക്സിജന്റെ പ്രസൻസിൽ നമ്മുടെ ബോഡിയിൽ റെസ്പിറേഷൻ നടക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ആണ് അല്ലെ? നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ ആണ് നമ്മൾ ശ്വസിക്കുന്നത്, ഹ്യൂമൻ ബീങ്സ് അല്ലെ? അപ്പം ഈ ഓക്സിജൻ നമ്മുടെ സെൽസിൽ എത്തുന്നത് ആര് വഴിയാ? യെസ്, ബ്ലഡിൽ നിന്ന് വരുന്ന ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വഴിയാണെങ്കിൽ ഫ്ലൂയിഡ് വഴിയാണ് നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത് അല്ലെ? നമ്മുടെ ഓക്സിജൻ സെൽസിൽ എത്തുന്നത്. അപ്പൊ ഈ ഓക്സിജൻ ഒക്കെ നമ്മുടെ സെൽസ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സെൽസ് ഇവിടെ ഉണ്ട്, നമ്മുടെ ബോഡിയിൽ കുറേ സെൽസ് ഉണ്ട് അല്ലെ? അപ്പം ഈ സെൽസ് എല്ലാം ഇങ്ങനെ ഓക്സിജൻ വലിച്ചെടുത്ത് നമ്മുടെ സെൽസിനുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടത്തുന്നു അല്ലെ? ഒരുപാടധികം റെസ്പിറേഷൻ നടത്തുന്നു, അങ്ങനെ മെറ്റബോളിക് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് നടത്തുന്നു അല്ലെ? അപ്പൊ ഇതെല്ലാം ആരുടെ പ്രസൻസിലാണ്? ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മുടെ സെൽസ് എയറോബിക് റെസ്പിറേഷൻ നടത്തുന്നത്. അപ്പം എയറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? ഗ്ലൂക്കോസ്, നമ്മൾ ഭക്ഷണം കഴിച്ച് ഡയറ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസ് ഒക്കെ ഈ എയറോബിക് റെസ്പിറേഷൻ വഴി അവിടെ സാധാരണഗതിയിൽ എന്താണ് നമുക്ക് കിട്ടുക? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പാത്വേ അവിടെ നടക്കും അല്ലെ? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പാത്വേ അവിടെ നമ്മുടെ ശരീരത്തിൽ നടക്കും. അപ്പൊ ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പാത്വേ വഴി നമുക്ക് പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ കിട്ടും. പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ കിട്ടും അല്ലെ? അപ്പം ഈ പൈറുവിക് ആസിഡിൽ നിന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം നടക്കുന്നത്. ഓക്കെ, സോ അപ്പൊ പൈറുവിക് ആസിഡ് വരെ എയറോബിക് റെസ്പിറേഷൻ നടന്നു. നമ്മുടെ സെൽസ് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് പൈറുവിക് ആസിഡ് ഉണ്ടാക്കി അവിടെ ഇരിക്കുക. നമ്മുടെ ശരീരത്തിൽ പൈറുവിക് ആസിഡ് ഇപ്പൊ അവിടെ അക്യുമുലേറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പൊ ഇനി പൈറുവിക് ആസിഡിനാണ് ബാക്കി സംഭവങ്ങൾ നടക്കാൻ പോകുന്നത്. സപ്പോസ് നമ്മളിപ്പോ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തു, നമ്മൾ എക്സസൈസ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തില് ഓക്സിജൻ ഒരുപാട് ആവശ്യം വരും അല്ലെ? കാരണം നമ്മൾ ഇത്രയും എനർജി എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നയാ. അപ്പൊ നമ്മുടെ സെൽസ് എന്ത് ചെയ്യും? മാക്സിമം നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു സെൽസ് ഇങ്ങനെ ഓക്സിജൻ എടുത്തോണ്ടേയിരിക്കും. അപ്പൊ ഓക്സിജന്റെ ലെവൽ എന്ത് സംഭവിക്കും? ഓക്സിജന്റെ ലെവല് അവിടെ കുറയും അല്ലേ? ഓക്സിജന്റെ ലെവൽ അവിടെ കുറയും. അപ്പം അവിടെ നമ്മുടെ സെൽസിന് എയറോബിക് റെസ്പിറേഷൻ നടക്കാൻ പറ്റുമോ? കാരണം എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജന്റെ യൂസോട് കൂടി റെസ്പിറേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് ഒരുപാട് എക്സസൈസ് ചെയ്തപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ എമൗണ്ട് കുറഞ്ഞു അല്ലെ? അപ്പം എയറോബിക് റെസ്പിറേഷൻ അവിടെ നടക്കുവോ? ഇല്ല. അപ്പം അവിടെ നടക്കുന്ന ഒരു റെസ്പിറേഷൻ ആണ് അനേറോബിക് റെസ്പിറേഷൻ
മനസ്സിലായോ? അനേറോബിക് റെസ്പിറേഷൻ ദാറ്റ് ഈസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന റെസ്പിറേഷനെയാണ് നമ്മൾ അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ അനേറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം എയറോബിക് റെസ്പിറേഷൻ വഴി പൈറുവിക് ആസിഡ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഈ പൈറുവിക് ആസിഡ് anaerobic respiration നടക്കുമ്പോൾ this pyruvic acid will be converted into lactic acid. അവിടെ ഒരു എൻസൈം വർക്ക് ചെയ്യുന്നുണ്ട്. ആ എൻസൈം എന്താണെന്ന് നമുക്ക് പതിയെ പറയാം. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ശരീരത്തില് പൈറുവിക് ആസിഡ് മാറി ആ പൈറുവിക് ആസിഡിൽ നിന്ന് ലാക്റ്റിക് ആസിഡ് ഉണ്ടായി. അവിടെ ഒരു ആസിഡ് ഉണ്ടായി, ലാക്റ്റിക് ആസിഡ് ഉണ്ടായി. അപ്പൊ ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ സെൽസില്, നമ്മുടെ മസിൽ സെൽസില് അടിഞ്ഞു കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? മസിൽ ക്രാംസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇത്രയും എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മസിൽ ക്രാംസ്, മസിൽ പെയിൻ ഒക്കെ നമുക്ക് വരുന്നത്. അവിടെ എന്താണ്? ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ മസിൽ ക്രാംസ്, അയ്യോ വേദന എടുക്കുന്നു എന്നൊക്കെ പറയാൻ നിങ്ങൾ ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവർ മനസ്സിലാക്കട്ടെ എന്തുകൊണ്ടാണ് മസിൽ ക്രാംസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ബ്രദേഴ്സ് കാണും വീട്ടില്, ആരെയും നിങ്ങൾ കസിൻസ് കാണും. അപ്പൊ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇന്ന കാരണം കൊണ്ടാണ് മസിൽ ക്രാംസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേനും ശരിയായിക്കോളും എന്ന് പറയാം. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ സെൽസില്, നമ്മുടെ ശരീരത്തിലുള്ള സെൽസില് ഓക്സിജന്റെ ലെവൽ കുറയും. ഓക്കെ, കാരണം മാക്സിമം ഓക്സിജൻ അവർ യൂസ് ചെയ്തു. അപ്പൊ ഓക്സിജന്റെ ലെവൽ കുറയുമ്പോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? അനേറോബിക് റെസ്പിറേഷൻ. സോ അപ്പൊ അനേറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന പൈറുവിക് ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ലാക്റ്റിക് ആസിഡ്. അപ്പം ആ ലാക്റ്റിക് ആസിഡ് മസിൽ സെൽസിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത് വഴി ആണ് മസിൽ ക്രാംസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മസിൽ പെയിൻ ഒക്കെ നമ്മൾക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എയറോബിക് റെസ്പിറേഷൻ എന്താണെന്നും അനേറോബിക് റെസ്പിറേഷൻ എന്താണെന്നും നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു അല്ലെ? എന്താണ് അതിന്റെ ഡിഫറൻസ്? ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാലോ, എയറോബിക് റെസ്പിറേഷൻ എന്താണ്, അനേറോബിക് റെസ്പിറേഷൻ എന്താണെന്നുള്ളത്. എന്താണ്? എയറോബിക് റെസ്പിറേഷൻ ഇസ് യെസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. യെസ്, aerobic versus anaerobic. Aerobic respiration in the presence of oxygen. Anaerobic respiration takes place in the absence of oxygen. ഇവിടെ നിങ്ങൾക്ക് സെല്ല് കാണാം അല്ലെ? ഈ സെൽസ് ഓക്സിജൻ, ഇതൊക്കെ ഓക്സിജൻ മോളിക്യൂളാ. സോ ഈ ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ട് റെസ്പയർ ചെയ്യുവാണ്. അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ്, എനർജി, കാർബൺ ഡയോക്സൈഡ് എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്നും, വിതൗട്ട് ഓക്സിജൻ അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ അനേറോബിക് റെസ്പിറേഷൻ എന്നും പറയുന്നു. ഇപ്പൊ ക്ലിയർ അല്ലേ? സോ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്താണ്, അനേറോബിക് റെസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അനേറോബിക് റെസ്പിറേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ എയറോബിക് റെസ്പിറേഷൻ വഴി, അതായത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമുക്ക് എന്ത് കിട്ടി? യെസ്, പൈറുവിക് ആസിഡ് കിട്ടി അല്ലേ? പൈറുവിക് ആസിഡ് കിട്ടി. അപ്പം ഈ പൈറുവിക് ആസിഡ് പിന്നീട് എന്ത് സംഭവിച്ചതോ നമ്മൾ പറയാൻ പോകുന്നത്. സോ പൈറുവിക് ആസിഡ് കിട്ടി, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്, അതായത് ഗ്ലൂക്കോസിന്റെ കൺവേർഷൻ വഴി വി ഗോട്ട് പൈറുവിക് ആസിഡ്. ഇനി ഈ പൈറുവിക് ആസിഡ് ലാക്റ്റിക്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നത്. സോ ആ എൻസൈമാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്. ഓക്കെ, സോ പൈറുവിക് ആസിഡ് ഇത് ബാക്ടീരിയയിൽ നടക്കുന്ന പ്രോസസ് ആണ്, നമ്മുടെ മസിൽ സെൽസിൽ മാത്രമല്ല കേട്ടോ. നമ്മുടെ ബാക്ടീരിയയിൽ, ഈ സൂക്ഷ്മാണു മൈക്രോ ഓർഗാനിസത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ അഡീഷൻ ടു ബാക്ടീരിയ നമ്മുടെ ഹ്യൂമൻസിലെ മസിൽ സെൽസിലും അനേറോബിക് റെസ്പിറേഷൻ ചില സാഹചര്യങ്ങളിൽ നടക്കുന്നുണ്ട്. Okay, so pyruvic acid is converted into എന്താണ്? lactic acid in the presence of lactate dehydrogenase. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ്സിനെ, അതായത് ലാക്റ്റിക് ആസിഡിന്റെ ഫോർമേഷൻ ആയതുകൊണ്ട് ഈ പ്രോസസ്സിനെ നമ്മൾ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നു. ഓക്കെ, സോ ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്?
യെസ്, അത് ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്നത് കൊണ്ടാണ് അതിനെ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ആ ഒരു റെലവൻസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും കേട്ടോ. സോ എയറോബിക് റെസ്പിറേഷൻ എന്താണ്, അനഎറോബിക് റെസ്പിറേഷൻ എന്താണെന്ന് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു അനഎറോബിക് റെസ്പിറേഷൻ മാത്രമേ നടക്കുകയുള്ളൂ ഈ ലോകത്തില്? ഇപ്പൊ ഈ കേസ് നമ്മൾ പറഞ്ഞത് ബാക്ടീരിയയുടെ കേസിൽ നടക്കും, നമ്മുടെ മസിൽ സെൽസിലും നടക്കും. ഇനി നിങ്ങൾ ഈസ്റ്റ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്തേ. ഈസ്റ്റ്, നമ്മുടെ ഈസ്റ്റിനെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. നമ്മൾ ഈ ദോശ ഉണ്ടാക്കും അല്ലെങ്കിൽ അപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലെ അമ്മമാരൊക്കെ അതിനകത്തോട്ട് ഈസ്റ്റ് ഒക്കെ ഇടുന്ന കാണാം അല്ലെ? ഒരുപാട് ഈസ്റ്റ് അതിനകത്തോട്ട് കൊണ്ട് കമ്മത്തുവോ? ഇല്ല, കുറച്ച് ഒരു ചെറിയൊരു അടപ്പത്രയും ഈസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിനകത്ത്, ആ മാവിനകത്തോട്ട് നമ്മുടെ അമ്മമാര് ചേർക്കുന്ന കാണാം അല്ലെ? അതെന്തിനാ ഈ ഈസ്റ്റ് നമ്മൾ ചേർക്കുന്നേ? അത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാ അല്ലെ? അങ്ങനെ പൊങ്ങി വന്നില്ലെങ്കിൽ ഒരു ടേസ്റ്റും കാണത്തില്ല, ഒരു പുളിപ്പും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഒരു എന്താ പറയാ, ഒരു ഭാവമില്ലാത്ത ഒരു അപ്പമായി പോവും അല്ലെ? ഒരു ഭാവം പോലും നമുക്ക് വരത്തില്ല, അങ്ങനെ ഒരു ടേസ്റ്റ് പോലും ഇല്ലാത്തൊരു അപ്പമായി പോവും. അതിന് കുറച്ചും കൂടെ ഒക്കെ ഒരു ഭാവം വരണമെങ്കിൽ ഈ പറയുന്ന ഈസ്റ്റ് ഇച്ചിരി പൊടി കിട്ടെങ്കിൽ അപ്പൊ ഒന്ന് ആ ബാറ്റർ അല്ലെങ്കിൽ ആ മാവ് ഒന്ന് ഇച്ചിരി പുളിച്ച് പൊങ്ങി വരുമ്പോ നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, അനേറോബിക് റെസ്പിറേഷന്റെ തന്നെ അടുത്ത ഒരു സെക്ഷൻ ആണ് ഈസ്റ്റിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പൊ പൈറുവിക് ആസിഡ് ആണ് ഉള്ളത്. അപ്പം ഈസ്റ്റിൽ പൈറുവിക് ആസിഡ് ഉണ്ട്. ഈ പൈറുവിക് ആസിഡ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം ആണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. അപ്പൊ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം വഴി ആരാവും? ഇവിടുന്ന് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ ആരാ ഉണ്ടാവേണ്ടത്? ആൽക്കഹോൾ ആണ് ഉണ്ടാവേണ്ടത് അല്ലെ? ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും. ഓക്കെ, സോ അവിടെ ഉണ്ടാകുന്ന, അതായത് ഈസ്റ്റില് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ആക്ഷനോട് കൂടി ഉണ്ടാവുന്ന രണ്ട് പ്രൊഡക്ട്സ് ആണ് ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും. ഇതിന്റെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ റെലവൻസ് ഒക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ആരും പേടിക്കണം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. സോ ഈസ്റ്റില് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം വഴി ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ഉണ്ടായി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകുന്ന കാര്യമല്ലേ ഉള്ളൂ. സോ ഇതിനെ നമ്മൾ ആൽക്കഹോൾ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ അല്ലെ? ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ഇതാരാ? ഇത് ആൽക്കഹോൾ ഫെർമെന്റേഷൻ. കാരണം എന്താ? ഇവിടെ ആൽക്കഹോൾ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മറ്റിടത്ത് ലാക്റ്റിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? സോ ദിസ് ഇസ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ. മനസ്സിലായില്ലേ? സോ നമ്മൾ രണ്ട് കേസസ് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ മസിൽ സെൽസിന്റെ കാര്യവും പറഞ്ഞു, ബാക്ടീരിയയുടെ കേസും പറഞ്ഞു. സോ ഇവരിൽ രണ്ടിലും നടക്കുന്നത് എന്താണ്? ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ആണ്. ആരാ എൻസൈം? ആരാ? ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പൊ ഈ എൻസൈം വഴി ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഒരുപാട് സ്ട്രെയിനസ് എക്സസൈസ് ഒക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാവുന്നത്. അതേസമയം ഈസ്റ്റിന്റെ കേസിൽ ഇപ്പൊ പറഞ്ഞ പോലെ ആരാ ഉണ്ടാവുന്നത്? ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും. ഈ കാർബൺ ഡയോക്സൈഡിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. സോ ഈ ഈസ്റ്റില് ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുന്നു. അതിന്റെ എൻസൈം ആരാണ്? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. സോ ദിസ് ഇസ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ അല്ലെങ്കിൽ ലാക്റ്റേറ്റ് ഫെർമെന്റേഷനും ദിസ് ഇസ് ആൽക്കഹോൾ ഫെർമെന്റേഷനും. സോ ഈ രണ്ട് കേസസ് ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് പോയില്ലേ? ഇപ്പൊ എളുപ്പമായില്ലേ കാര്യങ്ങളൊക്കെ? സോ ഇനി ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ ആണ്. സോ ഈ കാണിച്ചിരിക്കുന്ന തന്നെയാണ് ടീച്ചർ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. സോ അപ്പൊ ഗ്ലൂക്കോസ് നമുക്കറിയാം എയറോബിക് റെസ്പിറേഷൻ വഴി ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ് പൈറുവിക് ആസിഡ് അവിടെ ഫോം ചെയ്തു. പൈറുവിക് ആസിഡ് അവിടെ ഫോം ചെയ്തു. പക്ഷെ നമ്മൾ പറഞ്ഞു ബാക്ടീരിയ കേസിൽ വേറെയാണ്, ഈസ്റ്റിന്റെ കേസിൽ വേറെയാണ്. ബാക്ടീരിയ കേസിൽ പൈറുവിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻടു ലാക്റ്റിക് ആസിഡ്. And yeast case alcohol plus carbon dioxide. This is alcohol fermentation and this is lactic acid fermentation. Okay, so ഗ്ലൂക്കോസിൽ നിന്ന് ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർഷൻ നടക്കുമ്പോൾ ഇവിടെ 2 ATP ആണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ നെറ്റ് ATP എന്ന് പറയുന്നത് 2 ആണ്. അത് എന്തുകൊണ്ടാ? ചിലടത്ത് പറയാറുണ്ട് 4 ATP എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ചിലടത്ത് 4 ATP എന്ന് പറയും, ചിലടത്ത് 2 ATP എന്ന് പറയാം. എന്തുകൊണ്ടാ? ആക്ച്വലി
ഫ്രം ദ പ്രോസസ് അല്ലെങ്കിൽ ഫ്രം ഗ്ലൂക്കോസ് ടു പൈറുവിക് ആസിഡ് അത്രയും കൺവേർഷൻസിൽ ശരിക്കും പറഞ്ഞാൽ 4 ATP ആണ് നമ്മൾ നോക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളൊരു 2 സ്റ്റെപ്പ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ 2 ATP അവിടെ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം 4 - 2 ATP അവിടെ ഉണ്ടാവത്തുള്ളൂ. നെറ്റ് ATP എന്ന് പറയുന്നത് 2 ATP ആണ് അല്ലേ? സോ അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നെറ്റ് ATP എന്താണെന്ന് ചോദിച്ചാൽ ഇൻ ഗ്ലൈക്കോളിസിസ് നെറ്റ് ATP എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് 2 ATP. മനസ്സിലായോ? അപ്പൊ നിങ്ങളതൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞായിരിക്കും അല്ലെ? ജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. സോ അപ്പൊ നമ്മൾ അനീറോബിക് റെസ്പിറേഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. എല്ലാവർക്കും ദോശയൊക്കെ ഇഷ്ടമാണ്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മിക്കവാറും ദോശയൊക്കെയാണ് അല്ലെ? എന്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ ഒരു സമയത്തൊക്കെ മിക്കവാറും ദോശയായിരുന്നു. ചില വീടുകളിലൊക്കെ ആയിരിക്കും കേട്ടോ. ഉണ്ടാക്കാനുള്ള എളുപ്പത്തിൽ തലേദിവസം കുഴച്ച് വെച്ചാൽ മതി, പിറ്റേ ദിവസം നമുക്ക് ജസ്റ്റ് എടുത്ത് ചുട്ടാൽ മതി, രാവിലെ വലിയ പണിയൊന്നുമില്ല എന്ന് പറയും അമ്മമാരല്ലേ. എന്റെ വീട്ടിലൊക്കെ ഒരു സമയത്തൊക്കെ മിക്കവാറും ദോശയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറി. അപ്പോ നമുക്ക് എല്ലാവർക്കും പക്ഷെ ദോശ നമ്മൾ വെറൈറ്റി ദോശസ് ഉണ്ടാക്കും. നെയ് റോസ്റ്റ് ഉണ്ടാക്കും, ചിക്കൻ ദോശ ഉണ്ടാവും, മുട്ട ദോശ ഉണ്ടാക്കും അല്ലെ? പല പല ഡിഫറെന്റ് നമ്മള് ദോശയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ നമ്മൾ ദോശ ഒരിക്കലും ബോറടിക്കത്തില്ല അല്ലെ? ഇപ്പൊ പുറത്ത് ചെന്നാലും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ദോശ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കുന്നവരുണ്ട് അല്ലെ? ഇഡ്ഡലിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അല്ലെ? അപ്പം ദോശ ഇഡ്ഡലി എല്ലാം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഈ ദോശ ഇഡ്ഡലി ഉണ്ടാക്കുന്നതും? കഴിച്ചാൽ മാത്രം മതി, അത് എങ്ങനെ ഉണ്ടാക്കുന്നത് കൂടെ നമുക്ക് ചെറുതായിട്ട് പഠിച്ചാലോ? എന്താ അഭിപ്രായം? അപ്പോ നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ ദോശയുടെ മാവൊക്കെ അമ്മ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് രാത്രിയിൽ ഒരു ഇച്ചിരി ഈസ്റ്റ് കൂടെ നിങ്ങൾ ചിലപ്പോൾ ഇടുന്ന കാണും അല്ലെ? എന്തിനാ ഈസ്റ്റ് ഇടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സംഭവം പുളിച്ച് പൊങ്ങി വരാനായിട്ട് അല്ലെ? നമ്മൾ ഇച്ചിരി ഒന്ന് പൊങ്ങി വരണം എന്ന് പറയും. എങ്കിലേ ആ ഒരു സോഫ്റ്റ്നെസ് ദോശ ഉണ്ടാക്കുമ്പോഴും ആ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ആ ഒരു സോഫ്റ്റ്നെസ് വരത്തുള്ളൂ. അപ്പം ഈസ്റ്റ് ഉണ്ടാക്കുമ്പം അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ആൽക്കഹോൾ ഫെർമെന്റേഷൻ നമ്മൾ പഠിച്ചു അല്ലെ? ആൽക്കഹോൾ ഫെർമെന്റേഷൻ നമ്മൾ പഠിച്ചു, ഓർക്കുന്നില്ലേ? ഈ ആൽക്കഹോൾ ഫെർമെന്റേഷനിൽ എന്താ സംഭവിക്കുന്നത്? യെസ്, പൈറുവിക് ആസിഡ് എന്ത് സംഭവിക്കും? യെസ്, ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ഫോം ചെയ്യും അല്ലെ? അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ്, ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ കാർബൺ ഡൈ ഓക്സൈഡ് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് അവിടെ നമ്മളെ പൊങ്ങി വരാൻ, ആ ഒരു ബാറ്ററി അല്ലെങ്കിൽ ആ ഒരു മാവ് പൊങ്ങി വരാൻ ഹെൽപ്പ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാ. മനസ്സിലായോ? അങ്ങനെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവ് എന്ന് പറയുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അവിടുത്തെ മെയിൻ ഹീറോ. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തില്ലെങ്കിൽ വലിയ എന്താ പറയാ സോഫ്റ്റ്നെസ് ഒന്നും കാണത്തില്ല. പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ കൈ കൊണ്ട് കുഴയ്ക്കുന്നതാണ് അല്ലെ? ഈ സ്പൂൺ വെച്ച് ദോശ കുഴയ്ക്കുന്നതിലും കൈ കൊണ്ട് കുഴയ്ക്കുന്ന കാണാം. അപ്പൊ ഈ കൈ കൊണ്ട് കുഴയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് ചുമ്മാ കുഴയ്ക്കുന്നതാണ്, ഒരു വേറെ പണിയൊന്നും ഇല്ലാണ്ട് കുഴയ്ക്കുന്നതാണ് കൈ കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് നമ്മൾക്ക് ഹാംഫുൾ അല്ലാത്ത കുറച്ച് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്. ഈ ബാക്ടീരിയാസ് നമ്മൾ കൈയിട്ട് കുഴയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മാവുമായിട്ട് ഇൻകോർപ്പറേറ്റ് ആവും. അതേസമയം ഈ പറയുന്ന ഈസ്റ്റിന്റെ ആക്ഷനും അവിടെ നടക്കും. സോ നമ്മുടെ കയ്യിലുള്ള മൈക്രോബ്സും അവിടെ ഈസ്റ്റിൽ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ആ ഒരു മൈക്രോബ്, ഈസ്റ്റ് എന്ന് പറയുന്ന മൈക്രോബ്, ഇതെല്ലാം ആക്ഷൻ അവരുടെ എല്ലാവരുടെയും ആക്ഷൻ അവിടെ നടക്കുക. അങ്ങനെയാണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ബാറ്റർ അല്ലെങ്കിൽ ആ ഒരു മാവ് എന്താ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? സോ അപ്പൊ ഇവിടെ നടക്കുന്ന ഫെർമെന്റേഷൻ ആണ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ. മനസ്സിലായില്ലേ? ഇനിയിപ്പോ അമ്മമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അമ്മമാർക്ക് ചിലപ്പം ഒരുപാട് ഇതിന്റെ ഒരു സയന്റിഫിക് വശങ്ങൾ അറിയുന്നുണ്ടാവില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കുക, അമ്മ ഇതുകൊണ്ടാ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടാവുന്നതുകൊണ്ടാട്ടോ നമ്മുടെ മാവൊക്കെ ഇത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് പറഞ്ഞു കൊടുക്കുക കേട്ടോ. സോ നമുക്കറിയാം ഇത് ദോശമാവ. ദോശമാവ് ഇപ്പം ഉണ്ടാക്കിയ പടിയാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് ഈസ്റ്റ് ഇട്ടു.
അപ്പൊ പിറ്റേ ദിവസം രാവിലെ വന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ ആ ദോശമാവ് പൊങ്ങിയിരിക്കുന്ന കാണാം അല്ലെ. ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറി ഈ ഒരു സ്റ്റേറ്റിലോട്ട് വരുന്നത് നമുക്ക് കാണാം. അവിടെ എന്തുകൊണ്ടാ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് എന്താണ് ആ ഒരു ഫ്ലഫി ടെക്സ്ചറിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ നടക്കുന്ന ഫെർമെന്റേഷൻ എന്താണ്? അനേറോബിക് ഫെർമെന്റേഷൻ. മനസ്സിലായോ? ഇനി വേറൊരു കേസ് നമുക്ക് നോക്കിയാലോ. സോ ഇവിടെ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് റേസസ് ദ ഡോ ആൻഡ് ബിക്കംസ് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി. ഓക്കെ, ഇനി ഇതെന്താണ്? പാല്. പാല് എല്ലാവർക്കും ഇഷ്ടമാണോ? ചിലർക്ക് പാല് ഇഷ്ടമല്ല, ചിലർക്ക് പാല് ഭയങ്കര ഇഷ്ടം. രാവിലെ എപ്പോഴും സ്കൂളിൽ പോകുന്നതിന് മുന്നേ അമ്മമാര് നമുക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ കുടിപ്പിച്ചിട്ട് വിടും അല്ലെ. ചിലപ്പോ അങ്ങനെയൊക്കെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ ഒരു പാല് കുടിച്ചിട്ട് പോടാ, പാല് കുടിച്ചിട്ട് പോടി എന്നൊക്കെ പറയും അല്ലെ. പാല് ഭയങ്കര ഹെൽത്തി ആണെന്നൊക്കെ പറയുന്നത്. അപ്പം ഈ പാലിൽ നിന്നാണ് നമ്മളെ വീടുകളിൽ തൈര് ഉണ്ടാക്കുന്നത്, കേർഡ് ഉണ്ടാക്കുന്നത് അല്ലെ. അതെങ്ങനെയാ? ആദ്യം ഒരു ഇച്ചിരി കേർഡ് നമ്മൾ എടുത്തിട്ട് എന്നും രാത്രിയിൽ നമുക്ക് ബാക്കി വന്നൊരു ഇച്ചിരി പാലുണ്ടാവുമല്ലോ അല്ലെ. എന്നും രാത്രി ഇച്ചിരി പാലൊക്കെ ബാക്കി ഉണ്ടാവും, മിച്ചം ഉണ്ടാവും. ആ ഇച്ചിരി പാലാണെങ്കിലും ആ കേർഡിലോട്ട് അങ്ങ് ഒഴിച്ചു വെക്കുക. പിറ്റേ ദിവസം ആകുമ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് നല്ല കട്ട തൈരായിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള ആദ്യം ഒരു ചെറിയ ഇനോക്കുലം കൊടുക്കും. അതായത് ഒരു കേർഡ് സെറ്റ് ആയിട്ടുള്ള ഓൾറെഡി കേർഡ് നമ്മൾ കൊടുക്കും. അതിനകത്തോട്ടാണ് നമ്മുടെ ബാക്കി വരുന്ന പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നല്ല തിക്ക് കേർഡ് ആയിട്ട് മാറും. അതെന്തുകൊണ്ട്? അവിടെ ആക്ട് ചെയ്യുന്ന ആരാ? അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ആക്ട് ചെയ്യുന്ന അവിടുത്തെ മെയിൻ ഹീറോ ആണ് ലാക്ടോ ബാസില്ലസ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അവിടെ ആക്ട് ചെയ്യുന്നത് ബാക്ടീരിയ, ഈസ്റ്റ് അല്ല. അവിടെ ആക്ട് ചെയ്യുന്നത് ബാക്ടീരിയ. സോ ഈ ബാക്ടീരിയ ആണ് ലാക്ടോബാസില്ലസ് ബാക്ടീരിയ ആണ് അവിടെ അനേറോബിക് ഫെർമെന്റേഷന് ഹെൽപ്പ് ചെയ്ത് അവിടെ ഉണ്ടാവുന്നത് ലാക്ടിക് ആസിഡാ. അപ്പൊ ഈ ലാക്ടിക് ആസിഡ് അവിടെ ഫോം ചെയ്യുന്നത് കൊണ്ടാണ്, ആ ഒരു അസിഡിക് നേച്ചറിലോട്ട് മാറുന്നത് കൊണ്ടാണ് അവിടെ മിൽക്ക് കേർഡിൽ ചെയ്യുന്നത്, കേർഡായിട്ട് മാറുന്നുണ്ട്. ഒരു അസിഡിക് നേച്ചർ ആയി അല്ലെ. സോ ആ അസിഡിക് നേച്ചർ ആവുന്നതുകൊണ്ടാണ് അവിടെ മിൽക്ക് കട്ട കൂടുന്നത്, തൈരാവുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇതൊക്കെ അമ്മമാർക്ക് പോയി പറഞ്ഞു കൊടുക്കാം. വീട്ടില് സിസ്റ്റേഴ്സ് ഉണ്ടാവും, അമ്മമാരുണ്ടാവും, അച്ഛന്മാരുണ്ടാവും, ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇതേ ഇതുകൊണ്ടാണ്. അപ്പൊ അവര് എന്റെ മോക്ക് ഇതെല്ലാം അറിയാം എന്നൊക്കെ പറയും. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാം കേട്ടോ. സോ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കണ്ട കാര്യം തന്നെയാണ്. ഈസ്റ്റ് എനറോബിക് റെസ്പിറേഷൻ 2 കേസസ് നമ്മൾ പറഞ്ഞു. ഈസ്റ്റിന്റെ കേസിൽ ഇവിടെ എനറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും വന്നു. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഫെർമെന്റിംഗ് ബാറ്റർ, മിക്സ്ചർ ഓഫ് ഫ്ലോർ ആൻഡ് ലിക്വിഡ് ടു സോഫ്റ്റൻ ഇറ്റ്. എന്തിനു വേണ്ടിയിട്ട് ഈസ്റ്റ് ഇവിടെ കൊടുക്കുന്നത്? നമ്മൾ അത് ഭയങ്കര സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാ അല്ലെ. ഇനി മിൽക്കിന്റെ കേസ് പറഞ്ഞു, ലാക്ടോബാസിലസ് ബാക്ടീരിയ ലാക്ടിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കേർഡിംഗ് ഓഫ് മിൽക്ക്, എങ്ങനെയാണ് മിൽക്ക് കേർഡ് ആവുന്നത് എന്നുള്ളത് പറഞ്ഞു അല്ലെ. അപ്പൊ ഫെർമെന്റേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഫെർമെന്റേഷൻ എന്താണെന്ന് പറഞ്ഞാലോ. എന്താണ് ഫെർമെന്റേഷൻ? ഇറ്റ് ഈസ് എ ബയോകെമിക്കൽ റിയാക്ഷൻ. ഇതൊരു റിയാക്ഷൻ ആണ്, ബയോകെമിക്കൽ റിയാക്ഷൻ ആണ്. ദാറ്റ് എക്സ്ട്രാക്ട്സ് എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിൽ നിന്ന് എനർജിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന, വിത്തൗട്ട് യൂസിങ് ഓക്സിജൻ, ഓക്സിജന്റെ അഭാവത്തിൽ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് എനർജിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ ആണ് ഫെർമെന്റേഷൻ. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അത് തന്നെയാ. ഓക്സിജന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലെ. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഫെർമെന്റേഷൻ. സോ ഇറ്റ് ഈസ് എ ബയോകെമിക്കൽ റിയാക്ഷൻ ദാറ്റ് എക്സ്ട്രാക്ട്സ് എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ്സ് വിത്തൗട്ട് യൂസിങ് ഓക്സിജൻ. In human beings, during strenuous exercise, energy utilization in muscles increases. നമ്മുടെ മസിൽസിലുള്ള എനർജി യൂട്ടിലൈസേഷൻ കൂടും അല്ലെ എക്സസൈസിന്റെ സമയത്ത്. ആൻഡ് ദി ഓക്സിജൻ അവൈലബിലിറ്റി ഡിക്രീസസ്. അപ്പം എനർജി യൂട്ടിലൈസേഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ സെൽസിലുള്ള ഓക്സിജൻ അവൈലബിലിറ്റി കുറയും. In such situations, muscle cells produce energy by anaerobic respiration. അപ്പോൾ നടക്കുന്ന കാര്യമാണ് anaerobic respiration. And അവിടെ എന്താ ഫോം ചെയ്യുന്നത്? Lactic acid is formed in the muscle cells. അപ്പൊ ടെക്സ്റ്റിൽ ഈ ഒരു സെന്റൻസ്, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല ഉണ്ടാവില്ല അല്ലെ. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് മസിൽ ക്രാംസ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ഇൻ കേസ് ഓഫ് anaerobic റെസ്പിറേഷൻ. അപ്പം നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഫെർമെന്റേഷൻ നടക്കുന്നത്.
ഫുഡ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഫെർമെന്റേഷൻ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞു അല്ലെ, നമ്മൾ ഓരോ മാവ് കുഴയ്ക്കുന്ന കാര്യവും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഫെർമെന്റേഷൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഉള്ളത്, ആൽക്കഹോൾ ഇൻഡസ്ട്രി അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആൽക്കഹോൾ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, റം, വിസ്കി, ബ്രാൻഡി എല്ലാം ഉണ്ട്, ബിയർ, വൈന് അല്ലെ, ഇതെല്ലാം എക്സെട്ര എക്സെട്ര എക്സെട്ര. സോ ഇതെല്ലാം ഈസ്റ്റിന്റെ പ്രസൻസ് കൊണ്ടാണ്. അവിടെ ഈസ്റ്റ് നമ്മൾ അവിടെ ഈ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അതില് ആ ഒരു പ്രസൻസ്, അവരുടെ ആക്ഷൻ കൊണ്ടാണ് ഈ പറയുന്ന റം, വിസ്കി, ബിയർ, വൈൻ ഇതെല്ലാം ഉണ്ടാവുന്നത്. നമ്മുടെ വൈനൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, വൈനൊക്കെ കുറെ ഇപ്പൊ മുന്തിരി വൈനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ കുറെ നാളതിനെ കെട്ടിവെക്കും അല്ലെ, കുറെ മുന്തിരി ഇട്ടിട്ട് നമ്മള് പറയുന്ന ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കുറെ അധികം കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അവസാനം കുറച്ച് ഈസ്റ്റും കൂടെ അതിനകത്തോട്ട് ഇടും അല്ലെ, ഈസ്റ്റും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇടും. അപ്പം എന്നിട്ട് അതിനെ നമ്മൾ എന്താ ചെയ്ത് വെക്കുക, അതിനെ ടൈറ്റ് ആയിട്ട് അതിനെ സീൽ ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ സീൽ ചെയ്ത് വെക്കുന്നത്, ഓക്സിജൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അനേറോബിക് റെസ്പിറേഷൻ ആണ് നടക്കേണ്ടത്, ഫെർമെന്റേഷൻ ആണ് നടക്കേണ്ടത്. അതുകൊണ്ട് അവിടെ ഓക്സിജൻ കയറാൻ പാടില്ല. സോ അതിനെ നമ്മൾ ഇട്ട് വെക്കുന്ന ആ ഒരു ജാറിനെ നമ്മൾ ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കും, ഓക്സിജൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അവിടെ അനേറോബിക് റെസ്പിറേഷൻ ഈസ്റ്റിൽ നടക്കും. അങ്ങനെ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നത്. ഇനി മെഡിക്കൽ ഇൻഡസ്ട്രീസിൽ ഓരോ നമ്മൾ മെഡിസിൻസ് ഒക്കെ മേടിക്കാറുണ്ട് അല്ലേ, ഓരോ പനി വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് മേടിക്കാറുണ്ട്. സോ ഇപ്പൊ മെഡിസിൻസിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഫെർമെന്റേഷൻ ആണ് നടക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ആന്റിബയോട്ടിക് ഏതാ, ഫസ്റ്റ് ആന്റിബയോട്ടിക് ഉണ്ടായത് ഏത് ബാക്ടീരിയയിൽ നിന്നാണ്, ബാക്ടീരിയ ആണോ അത്, ഫംഗസ് ആണ്, പെൻസീലിയം നൊട്ടേറ്റം. ഈ ഫംഗസിൽ നിന്നാണ് നമ്മുടെ പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്. അത് ആര് ഡിസ്കവർ ചെയ്തത്, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് അത് ഡിസ്കവർ ചെയ്തത്. അതിനൊരു കുറെ സ്റ്റോറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം സോ പെൻസിലിനാണ് നമ്മുടെ ഫസ്റ്റ് ആന്റിബയോട്ടിക് കേട്ടോ. അതൊക്കെ ഒരു പുതിയൊരു അറിവല്ലേ, പെൻസിലിനാണ് നമ്മുടെ ഫസ്റ്റ് ആന്റിബയോട്ടിക്. സോ ഇതെല്ലാം ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് നമ്മുടെ ആ ഒരു പ്രോസസ്സ് വഴിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ മെഡിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽസ് ആൻഡ് എൻസൈംസ്, കെമിക്കൽസ് എന്താ സിട്രിക് ആസിഡ്, അങ്ങനെ പിന്നെ എൻസൈംസ്, ഒരുപാട് എൻസൈംസ്, സ്ട്രെപ്റ്റോകൈനേസ്, അങ്ങനെയുള്ള ഒരുപാട് എൻസൈംസ് ഒക്കെ ഈ പറയുന്ന ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഉണ്ടായത്. സോ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്, ഫുഡ് ഇൻഡസ്ട്രി മാത്രമല്ല, ആൽക്കഹോൾ ഇൻഡസ്ട്രിയിൽ യൂസ് ഉണ്ട്, മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ഉണ്ട്, എൻസൈം ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ യൂസ് വരും. സോ ഇങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസിൽ ഇതിന് യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയാം. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് നമുക്ക് കണ്ടോ, ഇവിടെ കണ്ടോ, ഒരു സ്മോക്ക് ചെയ്യാത്ത ഒരു മനുഷ്യനെ കണ്ടോ, സ്മോക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടോ, ഇവിടെ എന്താ ഇവിടെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ ലങ്സ് കണ്ടോ, സ്മോക്ക് ഒരാളുടെ ലങ്സ് എന്ന് പറയുന്നത് നല്ല ക്ലിയർ ലങ്സ് ആയിരിക്കും അല്ലെ, പക്ഷെ നല്ലോണം സ്മോക്ക് ചെയ്യുന്ന ആളുടെ ഒരു ലങ്സ് കണ്ടില്ലേ, നല്ല ബ്ലാക്ക് കളറിൽ, അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, ഭയങ്കര കാർസിനോജൻസ് ഇതെല്ലാം അവരുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞു. സോ അവരുടെ ലങ്സ് ഭയങ്കരമായിട്ട് പോവാറായി, ആ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഇത് ഓർക്കുക, നിങ്ങളെ അറിയാവുന്ന ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഇതാണ് അവസ്ഥ, ഇങ്ങനെ വന്ന ഭയങ്കര നമ്മുടെ ലങ്സ് വരെ അടിച്ചു പോകുന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പം മാക്സിമം നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ, ചെയ്യുന്നത് അവര് ചെയ്യട്ടെ, മാക്സിമം പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ്, ഓക്കെ, ലങ് ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ നമുക്ക് കടക്കാം. ഫസ്റ്റ് റെസ്പിറേറ്ററി ഡിസോർഡർ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ലങ് ക്യാൻസർ ആണ്. ലങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ, അൺകൺട്രോൾഡ് പ്രോലിഫറേഷൻ ഓഫ് സെൽ അല്ലെ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ, അൺകൺട്രോൾഡ് പ്രോലിഫറേഷൻ ഓഫ് സെൽസ്. അൺകൺട്രോൾ ആയിട്ട് നമുക്കറിയാം, നമ്മുടെ സെൽസ് ഡിവൈഡ് ചെയ്യും അല്ലെ, ഡിവൈഡ് ചെയ്യുന്നോണ്ടാണല്ലോ അവിടെ ഗ്രോത്ത് സംഭവിക്കുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ. നമ്മൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് പറഞ്ഞാൽ അതൊരു ലിമിറ്റ് കഴിഞ്ഞു പോയാൽ അത് ഭയങ്കര ഹാർംഫുൾ ആണ് നമ്മുടെ സെൽസിന്.
പക്ഷെ ഡിവിഷൻ കുറഞ്ഞു പോകാനും പാടില്ല, അപ്പൊ അണ്ടർ ഗ്രോത്ത് ആയി പോകും. സോ അൺകൺട്രോൾഡ് ആയിട്ട് ആ ഒരു ഡിവിഷൻ നടക്കുന്നതിനെയാണ് ക്യാൻസർ ആയിട്ട് മാറുക എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം സ്മോക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മുടെ ടൊബാക്കോയിൽ അടങ്ങിയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാർസിനോജനാ. എന്താ കാർസിനോജൻ എന്ന് വെച്ചാല്, വാട്ട് ഡു യു മീൻ ബൈ കാർസിനോജൻ? എനിത്തിങ് ദാറ്റ് കോസസ് ക്യാൻസർ. ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അതിനെ നമ്മൾ കാർസിനോജൻ എന്ന് പറയും. ഓക്കെ, സോ നിക്കോട്ടിൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാർസിനോജൻ ആണ്. സോ സ്മോക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ലങ്സിലോട്ട് എപ്പോഴും കടന്നു ചെല്ലുന്ന ഒരു സാധനമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അപ്പം ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സെൽസിനെ റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ DNA-ക്ക് സെൽസിന് അവരെ തന്നെ റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ആ റിപ്പയർ ചെയ്യാനുള്ള കഴിവൊക്കെ ലൂസ് ആവും ഈ കാർസിനോജൻ അകത്തോട്ട് ചെന്നാൽ. സോ അപ്പൊ അങ്ങനെ അൺകൺട്രോൾഡ് ഡിവിഷൻ നടക്കും. സോ അങ്ങനെ ലങ് ക്യാൻസർ അവിടെ ഫോം ചെയ്യും. ഓക്കെ, സോ കാർസിനോജൻസ് പ്രസന്റ് ഇൻ ടൊബാക്കോ കോസ് ലങ് ക്യാൻസർ. എങ്ങനെ ക്യാൻസർ ഉണ്ടാവുന്നത് മനസ്സിലായോ? നൗ എന്താ ഇത്? ഇവിടെ നിങ്ങൾക്ക് കാണാം എംഫിസീമ. ദിസ് ഇസ് എംഫിസീമ അല്ലെ? ദിസ് ഇസ് എംഫിസീമ. എംഫിസീമ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതും ഈ പറയുന്ന ടൊബാക്കോ യൂസ് കാരണമാണ് എംഫിസീമ ഉണ്ടാകുന്നത്. ഒരുപാട് ടൊബാക്കോ, അതായത് ഒരുപാട് സ്മോക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്കറിയാം, നോർമൽ ആയിട്ട് നമ്മുടെ ഹെൽത്തി അൽവിയോളയെ കാണിച്ചിരിക്കുന്നു. ഹെൽത്തി അൽവിയോളയ നമുക്കറിയാം, നമ്മുടെ അൽവിയോളയ്ക്ക് ചെറിയൊരു ഇലാസ്റ്റിക് പവർ ഉണ്ട് അല്ലെ? ഇങ്ങനെ ഓക്സിജൻ വരുന്ന അനുസരിച്ച് അതിനിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റും, അങ്ങനെ ഒരു കഴിവുണ്ട് അല്ലെ? അപ്പൊ നോർമൽ അൽവിയോളയെ സംബന്ധിച്ച് അതിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പക്ഷേ ഈ ടൊബാക്കോ യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ആ അൽവിയോളയിലുള്ള ആ ഒരു ഇലാസ്റ്റിക് നേച്ചർ അത് പോവും. ഓക്കെ, ഇറ്റ് ലൂസസ് ഇറ്റ്സ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ അങ്ങനെ ലൂസ് ചെയ്യുമ്പോൾ അതിനിങ്ങനെ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അവരുടെ അൽവിയോളൈ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എൻലാർജ് ആയിട്ട് മാറും. ഇവിടെ കണ്ടോ, അൽവിയോളൈ എന്ന് പറയുന്നത് കുറേയും കൂടെ എൻലാർജ് ആയിട്ട് മാറും. ഓക്കെ, സ്റ്റിഫ് ആയിട്ട് മാറും. സോ അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ എംഫിസീമ എന്ന് പറയുന്നത്. ലങ് ടിഷ്യൂ ലൂസസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് എയർ സാക്സ് ആൻഡ് അൽവിയോളൈ ഇൻ ദ ലങ്സ് ബിക്കം ലാർജർ. Okay, due to the deposition of toxic substances contained in tobacco. ടൊബാക്കോയിൽ അടങ്ങിയിരിക്കുന്ന കുറെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ട്. സോ ഇതുകൊണ്ടാണ് അവിടെ ആ ഇലാസ്റ്റിക് നേച്ചർ അവിടെ പോകുന്നത്. സോ ദിസ് കോസസ് എംഫിസിമ. നൗ നെക്സ്റ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസോർഡർ ആണ് ബ്രോങ്കൈറ്റിസ്. എന്താണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നിങ്ങൾക്ക് പടത്തിൽ എന്താ കാണാൻ പറ്റുന്നത്? നോർമൽ ആയിട്ടുള്ള ലങ്സ് നമുക്ക് കാണാം, ബ്രോങ്കൈറ്റിസ് ബാധിച്ച ഒരു ലങ്സ് നമുക്ക് കാണാം. സോ ഇവരുടെ ആ ഒരു നമ്മുടെ ബ്രോങ്കിയോൾ എന്നാണല്ലോ പറയുന്നത് അല്ലെ? സോ ഈ ഒരു ബ്രോങ്കസ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. അതിന്റെ ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ലെയർ ഓഫ് മ്യൂക്കസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലെ? ചെറിയ ലെയർ ഓഫ് മ്യൂക്കസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ബ്രോങ്കൈറ്റിസ് വന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ ഈ മ്യൂക്കസിന്റെ ഇത് കണ്ടോ, ഭയങ്കരമായിട്ട് കൂടി. മ്യൂക്കസിന്റെ അക്യുമുലേഷൻ ഭയങ്കരമായിട്ട് കൂടി. അത് ഈ ടൊബാക്കോ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അക്യുമുലേഷൻ ആണ്. അവിടെ മ്യൂക്കസിന്റെ അക്യുമുലേഷൻ ഭയങ്കരമായിട്ട് കൂടി. അവിടെ ഉണ്ടായിരിക്കുന്ന എയറിനെ പാസ് ചെയ്ത് പോകാനുള്ള എയർവേ അവിടെ ചുരുങ്ങി. മനസ്സിലായോ? സോ അവിടെ ഇൻഫ്ലമേഷൻ സംഭവിച്ചു. സോ ദാറ്റ് ഈസ് ബ്രോങ്കൈറ്റിസ്. Okay, develops when the bronchial tubes, the airway of lungs become inflamed. Inflammation സംഭവിച്ചു and causes coughing frequently with the production of mucus. Mucus അവിടെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ എയർവേ കുറഞ്ഞു. സോ അങ്ങനെ അവിടെ ഇൻഫ്ലമേഷൻ സംഭവിച്ചു. സോ ദാറ്റ് ഈസ് ബ്രോങ്കൈറ്റിസ്. Okay, so these are the 3 respiratory disorders that we dealt with. ടെക്സ്റ്റിലും ഈ ഒരു 3 ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ലങ് ക്യാൻസർ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലങ് ക്യാൻസർ, emphysema and finally bronchitis അല്ലേ? സോ ഈ 3 റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്താണ് എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ നമ്മുടെ ലങ്സ് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ നമ്മുടെ ഇത് ഡാമേജ് ആയിട്ടുള്ള ഒരു ലങ്സ് ആണ്. ഇത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ലങ്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് ലങ് ഡാമേജ് ആവുന്നത്? സ്മോക്കിംഗ് അവിടെ ഒരുപാട് കൂടിയാൽ ലങ് ഡാമേജ് ആവും. പിന്നെ പൊല്യൂഷൻ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിൽ പോലും ഒരുപാട് ഇപ്പൊ പൊല്യൂട്ടഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ? സോ പൊല്യൂഷൻ ആവാം, ആൽക്കഹോളിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ആവാം അല്ലെ? പിന്നെ എക്സസൈസ് കുറയുന്നതാവാം. ഇതൊക്കെ
നമ്മളുടെ ലങ്സ് ഡാമേജ് ആവാനുള്ളതിന് ചാൻസ് കൂടുതലാണ്. സോ നമ്മുടെ ലങ്സ് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്വിറ്റ് സ്മോക്കിംഗ് നിർത്തുക, പൊല്യൂഷൻ കുറയ്ക്കുക, അതായത് മാക്സിമം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലോട്ട് പോവാണ്ടിരിക്കുക. പിന്നെ അവോയ്ഡ് ആൽക്കഹോളിന്റെ യൂസ് കഴിവതും കുറയ്ക്കുക, മാക്സിമം വേണ്ടാന്ന് വെക്കുക. ഡീപ്പ് ബ്രീത്ത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഭയങ്കര ദൂഷ്യവശങ്ങളാണ്. സോ നിർത്തുക. നമ്മളെ കൊണ്ട് നിർത്താൻ കുറച്ച് പാടായിരിക്കും, പക്ഷെ എന്നാലും കൺട്രോൾ ചെയ്യുക എന്ന് പറയുക കേട്ടോ. സോ ഭയങ്കര ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നത് നല്ലൊരു എക്സസൈസ് ആണ്. പിന്നെ റെഗുലർ എക്സസൈസ്, ഡ്രിങ്ക് മോർ വാട്ടർ, വെള്ളം നല്ലോണം കുടിക്കുക. പിന്നെ നല്ല കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക. അത് ലങ്സിന്റെ ഹെൽത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ ഫുൾ ഹെൽത്തിന് വേണ്ടി ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാ കേട്ടോ. ഇനി ഇൻഡോർ എയർ കൂട്ടുക, കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെക്കുക, അങ്ങനെ എയറിന്റെ സർക്കുലേഷൻ കൂട്ടുക. സോ ഇതൊക്കെ നമ്മളെ ലങ്സ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത് എയറോബിക് റെസ്പിറേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്ക് ആയിട്ട് കണ്ടു. അനേറോബിക് റെസ്പിറേഷനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചത് അല്ലെ. സോ അനേറോബിക് റെസ്പിറേഷൻ എന്താണ്? നമ്മുടെ ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന റെസ്പിറേഷനെയാണ് അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ കണ്ടു, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ കണ്ടു അല്ലെ. എന്താണ് ഫെർമെന്റേഷൻ? It is a biochemical reaction that extracts energy from carbohydrates without using oxygen. So lactic acid fermentation എന്താണ് സംഭവിക്കുന്നത്? പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറി. ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം വഴി. ഇത് എവിടെയൊക്കെയാണ് നടക്കുന്നത്? ബാക്ടീരിയയിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതായത് എക്സസൈസ് കഴിയുമ്പോൾ ആ മസിൽ ക്രാംസ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്, മസിൽസിൽ നടക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ കണ്ടു അല്ലെ. ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്തു. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം വഴി. അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ? ഒരുപാട് സ്ഥലത്ത് അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അല്ലെ. ഫുഡ് ഇൻഡസ്ട്രി വരുന്നുണ്ട്, മെഡിക്കൽ ഇൻഡസ്ട്രി വരുന്നുണ്ട്, പിന്നെ ആൽക്കഹോളിക് ഇൻഡസ്ട്രി വരുന്നുണ്ട്, എൻസൈംസ് കെമിക്കൽസ് പ്രൊഡക്ഷനിൽ വരുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മൾ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ലങ് ക്യാൻസർ, എംഫിസീമ ആൻഡ് ബ്രോങ്കൈറ്റിസ്. സോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. Manorama Horizon, learning made simple.